ഞാൻ ഈ നിർത്തുന്നതെന്ന് പറയാൻ കാര്യം തന്നെ അതാണ്. കാരണം ഒത്തിരി സംസാരിക്കാനൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ. ലൈവിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സ് വരും, നമുക്ക് സംസാരിക്കാൻ, പറയാൻ, കാര്യങ്ങളൊക്കെ പറയാനും എടുക്കാൻ നല്ല രസമായി ആണ്. അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പം കുറേ കാലം കൊണ്ട് നമുക്ക് ആൾക്കാർ ഇല്ല. എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു ഉണ്ട്. പക്ഷേ അവർക്ക് അവരുടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് അവരുടേതായ കാര്യങ്ങളും മറ്റുമൊക്കെ കാരണം ഇങ്ങോട്ട് വരാനോ നോക്കാനോ പോലും സമയം കിട്ടുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ വന്നിങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനും കുറച്ച് കഴിയുമ്പോൾ ഞാനിതൊക്കെ നിർത്തും എന്ന് പറഞ്ഞു. കാരണം മാക്സിമം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റുമല്ലോ ആരെങ്കിലുമൊക്കെ. എന്നെ സംബന്ധിച്ച് രാവിലെ ഇവരും പോയി, പിള്ളേരും പോയി, ചേട്ടനും പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അമ്മ അച്ഛനുണ്ട് അപ്പുറത്ത്. എന്നാലും നമ്മൾ സംസാരിക്കാനും പറയാനും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ വന്ന് ലൈവ് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും സൈലൻറ്റ് ലൈവിലോട്ട് മാറി പോകുന്ന ഒരു കാര്യം തന്നെ അതാണ്. കാരണം ലൈവിൽ വന്ന് നമ്മൾ ചുമ്മാതെ ഇങ്ങനെ ഒരു നോക്കുത്തിയെ പോലെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും സൈലൻറ്റ് ലൈവിലോട്ട് പോകുന്നത്. കാരണം നമ്മൾ ഫേസ് ലൈവായിട്ട് വന്നിരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വരണം, നമുക്ക് സംസാരിക്കാൻ പറ്റണം. പക്ഷേ അങ്ങനെയല്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ടാണ് ആരും, എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വന്ന് ഇരുന്നിരുന്ന് ബോറിംഗ് ആണ്. ആരെങ്കിലും നമുക്ക് സംസാരിക്കാനും പറയാനും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്താണ്, ആരെയും കാണാനില്ലല്ലോ. എല്ലാവരും എവിടെ പോയടേ? ഞാനൊത്തിരി ചോറ് കൊടുത്തിട്ട് വന്നപ്പോഴേക്കും എന്നെ കളഞ്ഞിട്ട് പോയ എല്ലാവരും. ആരുമില്ലാത്ത ലൈവായപ്പോൾ എല്ലാവരും എവിടെ പോയി?